ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് മുഷി എന്ന് പറഞ്ഞൊരു മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്, ക്ലീനിങ്, കറിവയ്ക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഫിഷ് എനിക്ക് കട്ട് ചെയ്ത് അധികം പരിചയമില്ല. ഞാൻ ആദ്യമായിട്ടൊരു ശ്രമം നടത്തുകയാണ്. കുറച്ച് പാടായിട്ട് തോന്നി, പക്ഷെ കുഴപ്പമില്ല. എന്നാലും ഫസ്റ്റ് 2 സൈഡും അതിൻ്റെ ചിറകുകൾ കട്ട് ചെയ്ത് കളയുക. പിന്നെ പതുക്കെ അതിൻ്റെ സ്കിന്ന് വലിച്ച് നല്ലതായിട്ട് ഊരിക്കളയണം. അങ്ങനെയാണ് അതിൻ്റെ ഓരോ പ്രോസസ്സും. ഇത് നല്ല തെന്നുന്ന ഫിഷാണ്. അപ്പോൾ അത് നല്ല ചാരമൊക്കെ വെച്ച് നല്ലതായിട്ട് ഫുൾ അതിനെ കവർ ചെയ്ത് നല്ല ഇതായിട്ട് പിടിച്ചാൽ മാത്രമേ അത് നമ്മുടെ കയ്യിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ തെന്നി പോകും. നിന്ന് കുഴഞ്ഞ്, അതുകൊണ്ടൊരു കസേര സംഘടിപ്പിച്ച് ഇരുന്നുകൊണ്ടാണ് ബാക്കി കട്ടിങ് ചെയ്യുന്നത്. ഫിഷ് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി വെച്ചു. അതിൻ്റെ തൊലിയും സെപ്പറേറ്റ് ആക്കി, രണ്ടും സെപ്പറേറ്റായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചു. അടുത്തത് അതിൻ്റെ കറി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. കടുക് വറുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു, മുളക്, മല്ലിപ്പൊടി, മസാല, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി എണ്ണയിൽ വഴറ്റുക. പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിന് ശേഷം ഫിഷ് ഇട്ട് കഴിഞ്ഞ് തിളച്ച് വറ്റി കുറുകി കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡിയാവും. നമ്മുടെ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫിഷുകൾ ഓരോന്നായിട്ട് എടുത്തല്ലിടുക. തിളച്ച് നന്നായിട്ട് തീ കുറച്ചിട്ട് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് അത് അടച്ച് വയ്ക്കുക. നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഇട്ട് അതിൻ്റെ സ്മെല്ല് കൊണ്ട് വായി വെള്ളം വന്നിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ, നല്ല കപ്പയുണ്ടെങ്കിൽ കപ്പയുടെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷൻ കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്, മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഫ്രൈ ഇവിടെ മസ്റ്റാണ്. അതുകൊണ്ട് ഇതിപ്പോൾ സ്കിന്നാണ്. അതും ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്ക് കുറച്ച് കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ കപ്പയും ഫിഷ് ഫ്രൈയും കറിയും എല്ലാം കൂടി ഒരൊറ്റ പിടി പിടിച്ചാലോ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.